ഫസ്റ്റ് ഓഫ് ഓൾ ഏതുകൊണ്ട് മെഹന്തി ഇഷ്ടായോ? നല്ല ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആയി നമ്മൾ. അതുകൊണ്ടാണ് ആലിയ ഇത് ഇങ്ങനെ ഉറങ്ങണേ. ബട്ട് കിച്ചണിൽ ബിരിയാണിക്കുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ബാബന്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്. ആന്റിന്റെ അടിപൊളി പായസമുണ്ട്. നമ്മളുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഗായ്സ്. എല്ലാവരുടെയും നാവില് വെള്ളം വരുന്നില്ല. മുഞ്ചു പോലെ തന്നെ അടിപൊളിയായിരിക്കും. മോർണിംഗിൽ തന്നെ നമ്മളെ ബിരിയാണി റെഡി ആവണം. പള്ളിയില് നിസ്കാരം കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ വരും. ബിരിയാണി കഴിച്ചിട്ടാണ് പോകും. ടൈമില് എല്ലാരും ബിസി ആയി. വീഡിയോ എടുക്കാനൊന്നും ആവൂല. പിന്നെ കുറച്ച് ഫ്രീ ആയപ്പോ നമ്മൾ ഫുഡ് കഴിച്ചു. മമ്മിയുടെ സുന്ദരിയായിട്ട് ഇരിക്കണു. പിന്നെ കുറച്ച് ഫ്രീ ആയ ഫോട്ടോസ് എടുക്കാൻ. പെരുന്നാൾക്ക് എപ്പോഴും വിചാരിക്കും എല്ലാരും കൂടെ ഫോട്ടോസ് എടുക്കണം. ബട്ട് അന്ന് ഫുൾ ഗസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രീ ആയ എല്ലാവരും ഫോട്ടോസ് എടുത്തു. ഇതുവിന്റെ ഡ്രസ് എല്ലാവർക്കും ഇഷ്ടായോ? ലാ 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 ലാ. We're wishing you happy Eid Mubarak. Happy Eid Mubarak. ഈവനിങ് ആയപ്പോ ഷിബി മമ്മയും നേനു പപ്പയും ബബിലു എത്തി. ഈ യെല്ലോ വാട്ടർമെലോൺ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏത് ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നേ. നല്ല മധുരം ഉണ്ടായിരുന്നു. മാമനും ഒക്കെ വന്നു. ഏതൊരു കുറെ ചോക്ലേറ്റ് കൊണ്ടുവന്നിരുന്നു. അതന്നെ അങ്ങനെ ഗസ്റ്റൊക്കെ ഏകദേശം കഴിയാറായപ്പോ നമ്മളും പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഡാഡിന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ പോവാന്ന്. അങ്ങനെ നമ്മളെല്ലാരും കൂടി ഡാഡിന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ പോവാണ്. നമ്മൾ അവിടെ എത്തി. ഇത് ഡാഡിന്റെ ഒരു സിസ്റ്ററാണ്, അച്ചു ചാമ. It was very very happy because ഋഷിക്കാക്കും റേണുക്കാക്കും ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ ഗെയിംസ് ഒക്കെ കളിച്ചു, യൂഡോ കളിച്ചു. ഏതും റേണുക്കാക്കി ഒരു ടീമായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ വിൻ ചെയ്യുന്നു. പിന്നെ ഞങ്ങള് കുറെ ക്രാക്കേഴ്സ് പൊട്ടിച്ചു. ഇനി കുറച്ച് റേണുക്കാക്കനെ കുട്ടപ്പനാക്കാം. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും ഞങ്ങളുടെ പെരുന്നാൾ അടിപൊളിയായിരുന്നു. ഇതിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ. ബൈ.